എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം കേട്ടോ. നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു കോവയ്ക്കത്തോരനാണ്. കോവയ്ക്ക നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വെജിറ്റബിളാണ്. നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കും, അതുപോലെ തന്നെ പീര വെക്കും. അപ്പോൾ ഈ കോവയ്ക്ക പീര വെക്കുന്നതൊക്കെ മീൻ പീര പോലെ തന്നെ വെക്കുന്നതിൻ്റെയൊക്കെ റെസിപ്പി എൻ്റെ ചാനലിൽ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മളൊരു തോരനാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു വെജിറ്റബിളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. ചെറിയൊരു പുളിയൊക്കെ ഉള്ളതുകൊണ്ട് വേറൊരു വെജിറ്റബിളും കൂടി ആഡ് ചെയ്ത് വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ കോവയ്ക്കൊക്കെ അരിഞ്ഞെടുത്തു. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചൊരു 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, ചെറിയുള്ളി, അതുപോലെ തന്നെ കറിവേപ്പിലയും ഒന്ന് മൂപ്പിച്ച് കൊടുക്കുകയാണ്. നന്നായി മൂത്ത് വരുമ്പോൾ ആ എണ്ണയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് മൂത്ത് വരട്ടെ. മഞ്ഞൾപ്പൊടി ഇതുപോലെ മൂപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു തോരന് നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു വറ്റമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് മൂത്ത് വരട്ടെ. അത് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ സവോളയും അതുപോലെ തന്നെ പച്ചമുളകും കോവയ്ക്കയും കൂടി അരിഞ്ഞത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ഇളക്കി ഇത് അടച്ച് അല്പം നേരമായിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ട് വേവിക്കണം. അല്ലാതെ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെയൊന്നും വേവിക്കരുത്. കുറച്ച് എണ്ണയല്ലേ ഒഴിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെറിയ തീയിലിട്ടിട്ടൊന്ന് തുറന്ന് നോക്കി വേവിച്ചെടുക്കുകയാണ് വേണ്ടതുണ്ട്. സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് എല്ലാ ഭാഗത്തായ എണ്ണയൊക്കെ ഒന്നാക്കി കൊടുക്കുക. അതൊന്ന് വാടിയ ശേഷം നമ്മൾ അതിലേക്ക് ഒരു ചെറിയ പീസ് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ക്യാരറ്റും കൂടി യോജിപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഞാൻ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഈ ഒരു ടൈമിൽ കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ അന്നേരം കുറച്ചുകൂടി ചേർത്തൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അത്യാവശ്യം വേവുള്ളൊരു വെജിറ്റബിളാണ്. അതുപോലെ തന്നെ ഇതിനൊരു ചെറിയ ഒരു പുളിരസമുണ്ട് കേട്ടോ ഈ ഒരു കോവയ്ക്കയ്ക്ക്. അതുകൊണ്ട് തന്നെ ഇതിൽ വേറൊരു ഒന്നുകിൽ നമ്മൾ പൊട്ടാറ്റോ ചേർക്കണം, അല്ലെങ്കിൽ ഇത് ചേർക്കണം. തനിയെ വെച്ചാലും രസമാണ്. അത് ഇച്ചിരി കിളുന്നായിരിക്കണം. അത്യാവശ്യം മൂത്ത കോവയ്ക്കേൻ്റെ കൂടെ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് വെച്ചാലാണ് പ്രത്യേകമായിട്ടുള്ളൊരു രുചി കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ഈ ഒരു ക്യാരറ്റും ഇതൊക്കെ ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ നമ്മൾ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി എണ്ണയിൽ ചേർത്തു. ഇപ്പോൾ ഒരു കുറച്ച് കുറവുള്ളതുപോലെ തോന്നിയതുകൊണ്ട് ഒരു തരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ ഒന്ന് എടുത്ത് ഇളക്കി കൊടുക്കണം. അടുക്കി പിടിക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് ഇതൊരു എന്താ പറയുക, ചെറുതായിട്ട് ഇങ്ങനെ ഇരുന്ന് ചെറിയ തീയിലിരുന്ന് ഇങ്ങനെ ഒരു ഫ്രൈ പോലെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലത്തെ ജലാംശമൊക്കെ മാറി ഇങ്ങനെ പതുക്കെ വെന്ത് വരണം കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങയും അതുപോലെ തന്നെ ചെറിയ ജീരകവും കൂടി ഞാൻ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെന്ത് കഴിയുമ്പോൾ തേങ്ങേൻ്റെ കൂട്ടും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ തേങ്ങക്കൂട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഈ തേങ്ങക്കൂട്ട് ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. തേങ്ങക്കൂട്ടിൽ നമ്മൾ ജീരകമൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ചിരിക്കുക. കറിവേപ്പിലൊക്കെ നമുക്ക് എത്രത്തോളം എമൗണ്ട് ഇട്ട് കൊടുക്കാനുണ്ടോ അത്ര ഇട്ട് കൊടുത്താൽ തന്നെ നമുക്ക് എന്താ പറയുക നല്ല ടേസ്റ്റ്. ഏകദേശം 2 അല്ലിയെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ, എന്നാലും നല്ല രുചി ഉണ്ടാവും. അപ്പോൾ എൻ്റെ തേങ്ങേൻ്റെ പച്ചമണമൊക്കെ മാറി നമ്മളെ ഈ ഒരു കോവയ്ക്കത്തോരൻ നല്ല അടിപൊളിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ, ഇനിയിപ്പോൾ വെറുതെ കഴിക്കാൻ എണ്ണ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറുതെ കഴിക്കാനും നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറന്നുപോലെ കേട്ടോ. എല്ലാവരോടും ഒരുപാട് സ്നേഹം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.